ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻകം ടാക്സ് ആക്ടിനകത്തുള്ള സെക്ഷൻ 81 റിലീഫ് എന്ന് പറയുന്ന ഒരു കേസാണ്. ഞാൻ ആദ്യമേ അത് എന്താണെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ സപ്പോസ് നിങ്ങളൊരു സാലറീഡ് പേഴ്സൺ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം 12 മാസത്തെ സാലറി അല്ലേ കൊടുക്കേണ്ടേ, അല്ലെങ്കിൽ 12 മാസത്തെ സാലറിയുടെ ടാക്സ് അല്ലേ കൊടുക്കേണ്ടേ. പക്ഷേ ചില കേസിനകത്ത് അരിയേഴ്സ് ഓഫ് സാലറിയോ അഡ്വാൻസ് ഓഫ് സാലറിയോ കിട്ടുന്നത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഇൻകം കൂടുമെന്ന് വിചാരിക്കുക. ഇപ്പോൾ 2015-ലോ 16-ലോ 17-ലോ കിട്ടേണ്ട സാലറിയാണ്, അരിയർ ഓഫ് സാലറി ആയിരുന്നു, അത് അപ്പം കിട്ടിയിട്ടില്ല, ഇപ്പോഴാണ് കിട്ടിയത് ഒരു 4 മാസത്തെ. സോ ഈ വർഷം നിങ്ങൾക്ക് അപ്പോൾ എത്ര വർഷത്തെ അല്ലെങ്കിൽ എത്ര മാസത്തെ ടാക്സ് വരും, അല്ലെങ്കിൽ എത്ര മാസത്തെ ഇൻകം വരും? നോർമൽ 12 പ്ലസ് ആ 4 മാസത്തെ അരിയറും കൂടെ ചേർത്തി 16 മാസത്തെ വരും അല്ലേ. അല്ലെങ്കിൽ അടുത്ത വർഷം കിട്ടാനുള്ള ഒരു 5 മാസത്തെ സാലറി നമ്മൾ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ നേരത്തെ വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. സോ അങ്ങനെ വരുന്ന കേസിനകത്തും ഈ വർഷം നമ്മൾ 12 + 5 17 മാസത്തെ ടാക്സ് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ 17 മാസത്തെ ഇൻകം കമ്പ്യൂട്ട് ചെയ്യേണ്ടി വരും. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? സിറ്റുവേഷൻ മനസ്സിലായോ? ഒരു എക്സാമ്പിൾ മാത്രമാണേ. സോ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നോക്കി, നമ്മൾ നോർമലി കൊടുക്കുന്ന സ്ലാബിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ നമുക്ക് ടാക്സ് ലയബിലിറ്റി കയറി വരാം. മനസ്സിലായോ? അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്കൊരു റിലീഫ് കിട്ടും. അതാണ് സെക്ഷൻ 89 പ്രകാരം നമ്മളോട് പഠിക്കാൻ പറയണേ. പറഞ്ഞ എക്സാമ്പിൾ മനസ്സിലായല്ലോ. ഇപ്പോൾ ഒരു എക്സാമ്പിളും കൂടെ പറഞ്ഞുതരാം. നോർമലി നമുക്ക് കിട്ടുന്ന സാലറി അനുസരിച്ച്, നമ്മുടെ 12 മാസത്തെ സാലറി അനുസരിച്ച് നമ്മൾ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്ന നേരത്ത് നമുക്കൊരു 4.5 ലക്ഷം രൂപയാണ് വന്നതെന്ന് വിചാരിക്കുക. 4.5 ലക്ഷം രൂപ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ, അപ് ടു 2.5 ലാക്ക് നില്ലാണ്, 2.5 ലാക്ക് 5% അല്ലേ. സോ ആ ബാലൻസ് വരുന്ന 2 ലാക്കിന് 5% നമ്മൾ ടാക്സ് കൊടുക്കും. പക്ഷേ ഈ പറയുന്ന അരിയർ ഓഫ് സാലറിയോ അഡ്വാൻസ് ഓഫ് സാലറിയോ വന്നതുകൊണ്ട് ഈ 4.5 ലക്ഷം രൂപ എന്ന് പറയുന്നത് 5.5 ലക്ഷം രൂപയായെന്ന് വിചാരിക്കുക. സോ ഇവിടെ നോക്കി, നമ്മുടെ ടാക്സിന്റെ സ്ലാബ് മാറി. ആണോ? നമ്മുടെ ടാക്സിന്റെ സ്ലാബ് മാറി. എന്തായി? അടുത്ത സെക്ഷനിലോട്ട് കയറി വന്നു. അങ്ങനെയല്ലേ? കാരണം 5 to 10 lakh 20% ആണ്. സോ ഇങ്ങനെ ഒരു അരിയർ ഓഫ് സാലറിയോ അഡ്വാൻസ് ഓഫ് സാലറിയോ വരുന്നത് കൊണ്ട് നമ്മൾ നോർമലി ടാക്സ് അടക്കേണ്ട സ്ലാബിൽ നിന്ന് നമുക്കൊരു ചേഞ്ച് സംഭവിക്കുകയാണെങ്കിൽ, അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ സെക്ഷൻ 89 പ്രകാരം നമുക്ക് റിലീഫ് കിട്ടും. അതൊരു എക്സാമ്പിൾ മാത്രം കേട്ടോ, അതൊരു കേസ് മാത്രമാണ്. ഇതിന്റെ കൂട്ടത്തിൽ ഗ്രാറ്റുവിറ്റിയുടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും കൂടെ കയറി വരും. ഇപ്പൊ പറഞ്ഞ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നോർമൽ 12 മാസത്തെ സാലറി നമുക്ക് 4.5 ലാക്ക് ആണെന്ന് വിചാരിക്കുക. നോർമൽ 12 മാസത്തെ സാലറി 4.5 ലാക്കാ. ഈ പറയുന്ന കഴിഞ്ഞ വർഷത്തെ അരിയർ ഓഫ് സാലറിയോ അല്ലെങ്കിൽ അടുത്ത വർഷത്തെ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന അഡ്വാൻസ് ഓഫ് സാലറിയോ കൊണ്ട് നമ്മൾ ഇതൊരു 5.5 ലാക്സ് ആയെന്ന് വിചാരിക്കുക. സോ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ ടാക്സ് സ്ലാബ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആവും അല്ലേ. ടാക്സ് സ്ലാബിനകത്ത് നമുക്ക് ചേഞ്ച് വരും. എങ്ങനെയാ? ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ് ടു 5 ലാക്ക് 2.5 to 5% ഉള്ളൂ. പക്ഷേ ഇതിന്റെ ട്രീറ്റ്മെന്റ് വന്നതുകൊണ്ട് ടാക്സിന്റെ സ്ലാബ് മാറി. 5 ലക്ഷത്തിനേക്കാൾ കൂടുതലായതുകൊണ്ട് അഡീഷണൽ വരുന്ന 50,000 നമ്മൾ 20% ടാക്സ് അടക്കേണ്ട സിറ്റുവേഷൻ വരും. സോ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഏതാ, അഡ്വാൻസ് ഓഫ് സാലറിയോ അരിയേഴ്സ് ഓഫ് സാലറിയോ വരുന്നത് കൊണ്ട് ഇൻകത്തിന്റെ സ്ലാബ് മാറുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനുള്ള ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ, അവിടെ നമുക്ക് സെക്ഷൻ 89 പ്രകാരം നമുക്ക് എന്ത് കിട്ടും? റിലീഫ് ക്ലെയിം ചെയ്യാൻ പറ്റും. നോക്കാം. Okay, when an assessee is charged for arrear or advance of salary or gratuity, commuted pension, etc. രണ്ട് കേസാ പറയണേ. അരിയർ ഓർ അഡ്വാൻസ് ഓഫ് സാലറി, gratuity, commuted pension, etc. then he may fall under higher rate of tax. അതായത് ഈ ഇങ്ങനെ കയറി വരുന്നത് കൊണ്ട് ടാക്സിന്റെ റേറ്റിനകത്ത് വ്യത്യാസം വരികയാണെങ്കിൽ, അതിനകത്തൊരു എക്സാമ്പിൾ പറഞ്ഞിരിക്കും. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് 20% he may have to pay the tax at 30%. നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെ 5% എന്നുള്ളത് മാറിയിട്ട് എത്രയായി? 20%. ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ടു കോമ്പൻസേറ്റ് ദ അഗ്രീവ്ഡ് അസസി ഫ്രം സച്ച് ഹയർ ടാക്സ്, സെക്ഷൻ 89(1) പ്രൊവൈഡ്സ് ഫോർ റിലീഫ്. സോ സെക്ഷൻ 89 പ്രകാരം നമുക്ക് റിലീഫ് ക്ലെയിം ചെയ്യാൻ പറ്റും. സോ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞേ. അരിയർ ഓഫ് സാലറിയോ അഡ്വാൻസ് ഓഫ് സാലറിയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഗ്രാറ്റുവിറ്റിയോ കമ്മ്യൂട്ടഡ് പെൻഷനോ കാരണം നമുക്ക് എന്ത് സംഭവിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ടാക്സ് സ്ലാബ് മാറുകയാണെങ്കിൽ നമുക്ക് സെക്ഷൻ 89 പ്രകാരം എന്ത് കിട്ടും? റിലീഫ് കിട്ടും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, applicable to relief under section 89 applicable to an assessee who is in receipt of arrear of salary or advance salary or in any other way is in receipt in any one financial year of salary for more than 12 months. 12 മാസത്തേക്കാൾ കൂടുതൽ സാലറി കൈപ്പറ്റേണ്ടി വരിക. And profit in lieu of salary, that means gratuity, commuted pension, etc. അതും കൈപ്പറ്റേണ്ടി വരിക. And the family pension being paid in arrears. Family pension ഉണ്ടായിരുന്നു, അത് paid in arrears.
മനസ്സിലായോ? സോ ഈ 3 സാഹചര്യങ്ങളിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണേ സെക്ഷൻ 89 പ്രകാരം ക്ലെയിം ചെയ്യാൻ പറ്റണേ. പക്ഷെ ഒറ്റ കാര്യം കൂടെ ആലോചിക്കണം, അങ്ങനെ ക്ലെയിം ചെയ്യണമെങ്കിൽ ഈ 3 കേസ് കാരണം നിങ്ങളുടെ എന്ത് കൂടണം, ടാക്സ് സ്ലാബ് എന്ന് പറയുന്നതിനകത്ത് ഡിഫറൻസ് വരണം, ഹയർ റേറ്റ് ആയിരിക്കണം. അങ്ങനെ വരികയാണെങ്കിൽ an assessee who receives leave encashment during the continuation of services can also claim relief under section 89. നമ്മൾ ലീവ് എൻകാഷ്മെന്റ് പഠിച്ച ഓർമ്മയില്ലേ? ആ ലീവ് എൻകാഷ്മെന്റിനകത്ത് കണ്ടിന്യൂഷൻ ഓഫ് സർവീസിന്റെ സമയത്താണ് ലീവ് എൻകാഷ്മെന്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് ഏത് അപ്ലിക്കബിൾ ആണ്? സെക്ഷൻ 89 എന്ന് പറയുന്ന സാധനം അപ്ലിക്കബിൾ ആണ്. സോ 4 കാര്യങ്ങളായിരുന്നു. ഒന്ന്, അരിയർ ഓഫ് സാലറി, അഡ്വാൻസ് ഓഫ് സാലറിയോ കാരണം ഇൻക്രിമെന്റിൽ വരിക. ആൻഡ് ദ സെക്കൻഡ് വൺ, പ്രോഫിറ്റ് ഇൻ ലിയോ സാലറി, ദാറ്റ് മീൻസ് ഗ്രാറ്റുവിറ്റിയോ കമ്മ്യൂട്ടഡ് പെൻഷനോ നമുക്ക് ചെയ്യേണ്ടി വരിക. ആൻഡ് ദ തേർഡ് വൺ, ഫാമിലി പെൻഷൻസും കാര്യങ്ങളും കാരണം ഈ പറയുന്ന സാലറി കൂടുതൽ വരിക. ഇനി ജോലിയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ലീവ് എൻകാഷ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ. ഇങ്ങനെ 4 സാഹചര്യത്തിലാണ് നമുക്ക് എന്ത് പറഞ്ഞേ ഈ പറയുന്ന പോലെ റിലീഫ് ക്ലെയിം ചെയ്യാൻ പറ്റണേ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. കണ്ടീഷൻ ടു ബി സാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കണേ. എന്താ? സ്ലാബ് റേറ്റ് മാറണം, ഹയർ റേറ്റിലോട്ടാവണം. അടുത്തത്, അപ്ലൈ ടു അസസിംഗ് ഓഫീസർ. അസസി ഹാസ് മെയ്ഡ് ആൻ അപ്ലിക്കേഷൻ ഇൻ ദിസ് ബിഹാഫ് ടു ദ അസസിംഗ് ഓഫീസർ. അതായത് സെക്ഷൻ 89 പ്രകാരം നമുക്ക് എന്ത് കിട്ടണമെങ്കിൽ, റിലീഫ് കിട്ടണമെങ്കിൽ നമ്മൾ അസസിംഗ് ഓഫീസർക്ക് എന്ത് കൊടുത്തേ പറ്റൂ? ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു അപ്ലിക്കേഷൻ കൊടുത്തേ പറ്റൂ. ഓക്കെ. ആൻഡ് ക്വാണ്ടം ഓഫ് റിലീഫ് ആസ് കമ്പ്യൂട്ടഡ് ദ മെത്തേഡ് ഓഫ് പ്രൊവിഷൻ ഇൻ റൂൾ 21A. എത്രയാണ് ഡിഡക്ഷൻ കിട്ടണേ അല്ലെങ്കിൽ എത്രയാണ് റിലീഫ് കിട്ടണേ എന്ന് പറയുന്നത് ഏതിനകത്താണ് പറയണേ? റൂൾ 21A പറയണേ. അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ. വെൻ റിലീഫ് സാലറി ഈസ് പെയ്ഡ് ഇൻ അരിയേഴ്സ് ഓൺ അഡ്വാൻസ് ഓഫ് സാലറി. നമ്മൾ 4 കാര്യങ്ങളാണ് പഠിച്ചത്. അതിനകത്ത് ആദ്യത്തെ എന്താ പറഞ്ഞേ? അരിയേഴ്സ് ഓഫ് സാലറിയോ അഡ്വാൻസ് ഓഫ് സാലറിയോ വരുന്നത് കൊണ്ട് നമുക്ക് ഈ പറയുന്നത് പോലെ സ്ലാബ് റേറ്റിനകത്ത് വ്യത്യാസം വരികയാണെങ്കിൽ റിലീഫ് കിട്ടും. അത് എങ്ങനെയാണെന്ന് നോക്കാം. നോക്കേ, സ്റ്റെപ്പ് നമ്പർ 1, കാൽക്കുലേറ്റ് ദ ടാക്സ് പേയബിൾ ഫോർ ദ പ്രീവിയസ് ഇയർ ഇൻ വിച്ച് സച്ച് അഡീഷണൽ സാലറി ഈസ് റിസീവ്ഡ്. ഏത് വർഷമാണോ നമുക്ക് ആ അഡീഷണൽ സാലറി കിട്ടിയിരിക്കുന്നത് ആ വർഷത്തെ ടാക്സ് കണ്ടുപിടിക്കുക. എങ്ങനെയൊക്കെയാ? ദ ടോട്ടൽ ഇൻകം ഇൻക്ലൂഡിംഗ് ദ അഡീഷണൽ സാലറി ആൻഡ് ദ ടോട്ടൽ ഇൻകം എക്സ്ക്ലൂഡിംഗ് ദ അഡീഷണൽ സാലറി. നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ച് 4.5 ലക്ഷം രൂപയായിരുന്നു നമ്മുടെ സാലറി അല്ലെ? ആ അരിയർ ഓഫ് സാലറി കിട്ടിയത് കൊണ്ടാണ് അത് 5.5 ലക്ഷം രൂപയായി. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ 4.5 ലക്ഷം രൂപയുടെ ടാക്സ് കണ്ടുപിടിക്കുക, 5.5 ലക്ഷം രൂപയുടെ ടാക്സ് കണ്ടുപിടിക്കുക. മനസ്സിലായോ? ഒരിക്കൽ കൂടെ, ദ ടോട്ടൽ ഇൻകം ഇൻക്ലൂഡിംഗ് ദ അഡീഷണൽ സാലറി, ആ 1 ലക്ഷം രൂപയും കൂടെ ചേർത്തിട്ട് 5.5 ലക്ഷത്തിന് ടാക്സ് കണ്ടുപിടിക്കുക. ആൻഡ് ദ ടോട്ടൽ ഇൻകം എക്സ്ക്ലൂഡിംഗ് ദ അഡീഷണൽ സാലറി, ആ 1 ലക്ഷം രൂപ എക്സ്ക്ലൂഡ് ചെയ്ത് 4 ലക്ഷത്തിന് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുക. And the step number 2, calculate the tax payable for the previous year to which such additional salary relates. ഏത് വർഷത്തെയാണോ അഡീഷണൽ സാലറി നമുക്ക് ഈ വർഷം കിട്ടിയത്? ഇപ്പോൾ 2015-16 വർഷത്തെയാണെന്ന് വിചാരിക്കുക. സോ 2015-16ലും നമ്മൾ ഇതേപോലെ ആ എമൗണ്ട് ഇൻക്ലൂഡ് ചെയ്തും എക്സ്ക്ലൂഡ് ചെയ്തും ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുക. മനസ്സിലായി? ഇപ്പം ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഈ പറഞ്ഞ രീതിക്ക് തന്നെയാണെങ്കിൽ 2015-16 നമുക്ക് 4.5 ലക്ഷം രൂപയായിരുന്നു കിട്ടേണ്ടത്. പക്ഷേ നമുക്ക് അപ്പോൾ 3.5 ലക്ഷം രൂപ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആ 1 ലക്ഷം രൂപയാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയതെന്ന് വിചാരിക്കുക. സോ അവിടെ എന്ത് ചെയ്യണം? ആ 3.5 ലക്ഷത്തിന് ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കണം, 4.5 ലക്ഷത്തിന് ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കണം. മനസ്സിലായി? നോക്കി, ടോട്ടൽ ഇൻകം ഇൻക്ലൂഡിംഗ് ദ അഡീഷണൽ സാലറി ആൻഡ് ദ ടോട്ടൽ ഇൻകം എക്സ്ക്ലൂഡിംഗ് ദ അഡീഷണൽ സാലറി. ചെയ്താൽ മനസ്സിലായല്ലോ? ഇനി ഇവിടെ നോക്കി, ആഡ് ടാക്സ് കളക്റ്റഡ് ഓൺ 1A and 2B, അതായത് ടോട്ടൽ ഇൻകം ഇൻക്ലൂഡിംഗ് ദ അഡീഷണൽ സാലറിയും ടോട്ടൽ ഇൻകം ഇവിടെ എക്സ്ക്ലൂഡിംഗ് ദ അഡീഷണൽ സാലറി. ഇറ്റ്സ് കോൾഡ് ടാക്സ് ഓൺ റെസീപ്റ്റ് ബേസിസ്. ടാക്സ് ഓൺ റെസീപ്റ്റ് ബേസിസിനകത്ത് കണ്ടുപിടിക്കുക ആൻഡ് ആഡ് ചെയ്യുക. ഏതൊക്കെയാ? ടാക്സ് ഓൺ അക്രൂവൽ ബേസിസിനകത്തുള്ളതും ആഡ് ചെയ്യുക. അക്രൂവൽ മീൻസ് അത് ഡ്യൂ ആയതാണ് അല്ലെ? സോ ആ ഡ്യൂ ആയ അക്രൂവൽ ബേസിസിനകത്തും വരും. അത് ഏതൊക്കെയാ വരും? 1Bയും 2Aയും വരും. ഇനി റിലീഫ് എന്ന് പറയുന്നത് എങ്ങനെയാ? ടാക്സ് ഓൺ റെസീപ്റ്റ് ബേസിസ് മൈനസ് ടാക്സ് ഓൺ അക്രൂവൽ ബേസിസ്. ഞാൻ ഇപ്പൊ പറഞ്ഞ എക്സാമ്പിൾ പറഞ്ഞുതരാം, അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ദാറ്റ് മീൻസ് 2015-16 നമുക്ക് 3.5 ലാക്സ് ആണ് കിട്ടിയത്. ആക്ച്വലി കിട്ടേണ്ടത് എത്രയാ? 4.5 ലാക്സ് ആണ് കിട്ടേണ്ടത്. മനസ്സിലായി? അതായത് 4 ലക്ഷം രൂപയാണ് കിട്ടേണ്ടത്, പക്ഷേ നമുക്ക് 3.5 മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ദാറ്റ് മീൻസ് റിസീവ് ചെയ്തത്, റെസീപ്റ്റ് എന്ന് പറയുന്നത് എത്രയാ? 3.5 ആ. പക്ഷെ ഡ്യൂ ആയത് എത്രയാ? സാലറി എത്ര കിട്ടണമായിരുന്നു? 4.5 കിട്ടണമായിരുന്നു. ഇനി 2019-2020 നോക്കാം. നോർമലി 4.5 ലാക്സ് ആണ് നമുക്ക് ഡ്യൂ ആവേണ്ടത്. 4.5 ലാക്സ് ആണ്. പക്ഷെ നമുക്ക് എത്ര കിട്ടി? 5.5 ലാക്സ് കിട്ടി, റിസീവ് ചെയ്തു. അതായത് ആ വർഷത്തെ 1 ലക്ഷം രൂപ നമുക്ക് ഇപ്പൊ കിട്ടി. സോ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഇപ്പോൾ നിലവിലുള്ള വർഷത്തെ ഡ്യൂ ബേസിനകത്തുള്ളതും റെസീപ്റ്റ് ബേസിനകത്തുള്ളതിന്റെ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുക. എന്നിട്ട് 2015-16 ഏത് വർഷമാണോ അത് വരുന്നത് ആ വർഷത്തെ റെസീപ്റ്റ് ബേസിനകത്തും ഡ്യൂ ബേസിനകത്തുള്ള കണ്ടുപിടിക്കുക.
എന്നിട്ട് ദേ ഈ രണ്ട് റെസീറ്റ് ബേസിസും കൂടെ ആഡ് ചെയ്യുക. അതായത് ഈ 3.5 lakhs ആണ് അന്ന് കിട്ടിയത്, 4.5 കിട്ടണമായിരുന്നു, പക്ഷെ കിട്ടിയത് എത്രയാ? 3.5. സോ ആ 3.5യുടെ ടാക്സ് ലയബിലിറ്റിയും ഈ 2020 5.5 കിട്ടിയത്, 4.5 കിട്ടേണ്ടത്, 5.5 രൂപയാണ് കിട്ടിയത്. സോ ഈ 5.5യുടെ ടാക്സ് ലയബിലിറ്റിയും കൂടെ അങ്ങ് ആഡ് ചെയ്യുക. ഇനി എന്ത് ചെയ്യുക? ദേ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ 15-16 നമുക്ക് ഡ്യൂ ആയത് 4 ലക്ഷം രൂപയാണ്, അതിന്റെ ടാക്സ് ലയബിലിറ്റിയും ഈ വർഷം ഡ്യൂ ആയത് 4.5 ലക്ഷം രൂപയാണ്, അതിന്റെ ടാക്സ് ലയബിലിറ്റിയും കൂടെ അങ്ങ് ആഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ദേ ആ ടാക്സ് ഓൺ റെസീറ്റ് ബേസിസ്, ആ റെസീറ്റ് ബേസിനകത്തുള്ള ടാക്സ് എത്രയാണോ അതിനകത്തുനിന്ന് ഏത് മൈനസ് ചെയ്യാം? അക്രൂവൽ ബേസിനകത്തുള്ളത് മൈനസ് ചെയ്യാം. സോ നമുക്ക് എത്ര കിട്ടും? റിലീഫ് എത്രയാണെന്ന് കിട്ടും. സോ ഈ വർഷം നമ്മൾ അടയ്ക്കേണ്ട ടാക്സ് എത്രയാണെന്ന് നോക്കുക, അതിൽ നിന്ന് ഈ പറയുന്ന റിലീഫ് നമുക്ക് മൈനസ് ചെയ്യാം. ഓക്കെ, പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ? നമുക്ക് ഒറ്റ പ്രോബ്ലം ഉള്ളൂ, ആ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. സോ പറഞ്ഞ കാര്യങ്ങൾ സെക്ഷൻ 89 പ്രകാരം 4 കേസിനകത്താണ് നമുക്ക് റിലീഫ് കിട്ടണേ. ഒന്ന്, അരിയർ ഓഫ് സാലറിയോ അഡ്വാൻസ് ഓഫ് സാലറിയോ കിട്ടുകയാണെങ്കിൽ, ആൻഡ് നമ്പർ 2 ഈ പറയുന്ന പോലെ ഗ്രാറ്റുവിറ്റിയോ എൻകാഷ്മെന്റോ ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ. ഓക്കെ, ആൻഡ് ദ തേർഡ് വൺ ഫാമിലി പെൻഷൻ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അരിയേഴ്സ് ഓഫ് ഫാമിലി പെൻഷൻ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആൻഡ് ദ ഫോർത്ത് വൺ കണ്ടിന്യൂഷൻ സർവീസിനകത്ത് ലീവ് എൻകാഷ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ. ഈ 4 കേസിലാണ് കണ്ടീഷൻ പറയുന്നത് എന്താ? ഈ 4 കേസ് വന്നതുകൊണ്ട് നമ്മുടെ സ്ലാബ് റേറ്റ് ചേഞ്ച് വരണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ക്ലെയിം ചെയ്യാവൂ. അങ്ങനെ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അസസിംഗ് ഓഫീസർക്ക് എന്ത് കൊടുക്കണം? അപ്ലിക്കേഷൻ കൊടുക്കണം. പിന്നെ പഠിച്ചത് സെക്ഷൻ 89 പ്രകാരം ഏതിൻ്റെ ഈ പറയുന്ന അഡ്വാൻസ് ഓഫ് സാലറിയോ അരിയേഴ്സ് ഓഫ് സാലറിയോ ആണ് വരുന്നതെങ്കിൽ അതിൻ്റെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? റിലീഫ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നോക്കി, 2 വർഷവും ഡ്യൂ ബേസിനകത്തും റെസീറ്റ് ബേസിനകത്തും ടാക്സ് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ഡ്യൂ ബേസ് റെസീറ്റ് ബേസിനകത്തുള്ള ടാക്സ് ലയബിലിറ്റിയിൽ നിന്ന് ഡ്യൂ ബേസിനകത്തുള്ള ടാക്സ് ലയബിലിറ്റി നമുക്ക് മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടും. ആ എമൗണ്ടിനെ നിലവിലെ ടാക്സ് ലയബിലിറ്റിയിൽ നിന്ന് നമുക്ക് മൈനസ് ചെയ്യാം, കാരണം അത് റിലീഫാണ്. മനസ്സിലായോ? ആ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഐഡിയ വരും. Okay, Mr. Sai, an employee furnished the following particulars for the previous year ending 31st March 2020. Salary income as computed after all deduction for the year 5,07,000. 5,07,000. During the year, arrear of bonus were received related to the financial year 97-98. 97-98 ബോണസ് അരിയർ ഓഫ് സാലറി ആയിരുന്നു. അതിപ്പോൾ കിട്ടി എത്ര രൂപയാണ്? 5,000 രൂപയാണ്. അസസ്ഡ് ഇൻകം ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ കൺസിസ്റ്റ് ഓഫ് സാലറി ഓൺലി 56,000 രൂപയാണ്. അതായത് 56,000 രൂപയായിരുന്നു, അപ്പം കിട്ടേണ്ട 5,000 കിട്ടിയത് ഇപ്പോഴാണ്. എമൗണ്ട് ഡെപ്പോസിറ്റഡ് ഇൻ PPF അക്കൗണ്ട്. മനസ്സിലായോ? 50,000 രൂപ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് ക്ലെയിം ചെയ്യാൻ പറ്റും? 80C പ്രകാരം ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ആൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ് ഫോർ ദ പ്രീവിയസ് ഇയർ, കഴിഞ്ഞ പ്രീവിയസ് ഇയറിനകത്ത് ഇൻകം ഓഫ് അതർ സോഴ്സ് എന്ന് പറയുന്നത് എത്രയുണ്ട്? 50,000 രൂപയുണ്ട്. മനസ്സിലായോ? ഇനി നോക്കി, യു ആർ റിക്വസ്റ്റഡ് ടു കമ്പ്യൂട്ട് ദ റിലീഫ് അണ്ടർ സെക്ഷൻ 89(1). 1998-99 നമുക്ക് കഴിഞ്ഞ വർഷത്തെ മാത്രമേ അറിയുള്ളൂ ടാക്സ് റേറ്റ്, അല്ലേ? 1998-99 ടാക്സ് റേറ്റ് എത്രയാണെന്ന് അറിയില്ല. അത് ഇവിടെ തന്നിട്ടുണ്ട്. അപ് ടു 40,000 നിൽ ഓൺ നെക്സ്റ്റ് 20,000 എത്ര ശതമാനം? 10%. നെക്സ്റ്റ് 60,000 20% ആൻഡ് ദ ബാലൻസ് 30%. ഇതാണ് പറഞ്ഞത്. സോ നോക്കി, നമുക്ക് റിലീഫ് കണ്ടുപിടിക്കണം. റിലീഫ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രീവിയസ് ഇയറിനകത്ത് ആ 5,000 ഇൻക്ലൂഡ് ചെയ്തിട്ടും എക്സ്ക്ലൂഡ് ചെയ്തിട്ടും എന്ത് കണ്ടുപിടിക്കാം? ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കാം. മനസ്സിലായി? സോ നോക്കി, അരിയർ ഓഫ് ബോണസ് ഇൻക്ലൂഡ് ചെയ്യുന്ന നേരത്ത്, അല്ലെ, ഇൻക്ലൂഡ് ചെയ്യാൻ മീൻസ് അത് റെസീപ്റ്റ് ബേസിസാണ്. 5,07,000 രൂപയായിരുന്നു നമുക്ക് കിട്ടേണ്ടത്, പക്ഷേ അപ്പോഴത്തെ ബോണസ് ഒരു 5,000 കൂടെ ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. സോ ഇതിനെ റെസീപ്റ്റ് ബേസിസ് എന്നും ഇതിനെ ഡ്യൂ ബേസിസ് എന്നും പറയാം. ആകെ 5,07,000 ഡ്യൂ ആയിട്ടുള്ളൂ. സോ എങ്ങനെ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കാം? നോക്കി, 5,07,000 പ്ലസ് 5,000 5,12,000 വരും. അതർ ഇൻകം 50,000 ഉണ്ട്. സോ 5,62,000 വരും, അല്ലെ? ആ 5,62,000 ഡിഡക്ഷൻ 50,000 മൈനസ് ചെയ്യാം. ഡിഡക്ഷൻ 50,000 മൈനസ് ചെയ്യുമ്പോൾ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് എത്ര വരും? 5,12,000 വരും. മനസ്സിലായോ? ആ 5,12,000 ടാക്സ് ലയബിലിറ്റി നോക്കുക. 5,12,000 ടാക്സ് ലയബിലിറ്റി എത്ര വരും? അപ് ടു 2.5 നില്ല, അല്ലേ? അതല്ലേ നമ്മുടെ ടാക്സ് റേറ്റ്. അപ് ടു 2.5 നില്ലായിരിക്കും. 2.5 to 5 lakh, ദാറ്റ് മീൻസ് 2,50,000 5% എത്ര വരും? 12,500 രൂപ വരും. പ്ലസ് പിന്നെ ഉള്ളത് ഒരു 12,000 രൂപയാണ്. ആ 12,000 ഇൻറ്റു 20% 2,400 രൂപ വരും. പ്ലസ് 12,500 ടോട്ടൽ 14,900 രൂപ വരും. മനസ്സിലായോ? ഇൻറ്റു സെസ് 4% സോ ഇൻറ്റു 104% ചെയ്യുമ്പോൾ നമുക്ക് 15,496 രൂപ വരും.
15,496 രൂപ വരും. എപ്പോഴത്തെ ഈ വർഷത്തെ ആ 5,000 കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സാലറി. ഇനി 5,000 കൂടെ എക്സ്ക്ലൂഡ് ചെയ്യുമ്പോൾ ഈ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാം. 5,07,000 വരും. 50,000 അതർ ഇൻകം 5,57,000 വരും. ഡിഡക്ഷൻ 50,000 ക്ലെയിം ചെയ്യാം. സോ ബാലൻസ് 5,07,000 വരും. അത് ഈ കണ്ടുപിടിച്ചിരിക്കുന്നത് പോലെ അതിന്റെ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുക. അപ്പൊ എത്ര വരും? 14,456 വരും. ചെയ്ത് മനസ്സിലായോ? എങ്ങനെയാ ആ 5,000 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിച്ചു, ആ 5,000 എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിച്ചു. ഇനി ഈ 5,000 കിട്ടേണ്ടത് എപ്പോഴായിരുന്നു? എപ്പോഴാ? 1997-98 അപ്പോൾ അവിടെ അത് കിട്ടിയിട്ടില്ല. അതായത് 56,561,000 അന്ന് കിട്ടണമായിരുന്നു. ദാറ്റ് മീൻസ് അന്ന് 61,000 രൂപ ഡ്യൂ ആയതാ. പക്ഷെ എത്ര മാത്രം റിസീവ് ചെയ്തിട്ടുള്ളൂ? 56,000 മാത്രമേ റിസീവ് ചെയ്തിട്ടുള്ളൂ. സോ ഇങ്ങനെ വരുന്ന നേരത്ത് അത് ആഡ് ചെയ്തിട്ടും അതില്ലാതെയും കണ്ടുപിടിക്കാം. സോ എത്ര വരും? 56,000 നിന്ന് 5,000 61,000 വരും അല്ലേ? ഇവിടെ 56,000 വേറെ ഒഴിവാക്കുക. ഇനി ഈ റേറ്റിനകത്ത് നമുക്ക് ടാക്സ് കണ്ടുപിടിക്കാം. ഏത് റേറ്റിനകത്ത്? ഈ റേറ്റിനകത്ത് നമുക്ക് ടാക്സ് കണ്ടുപിടിക്കാം. എങ്ങനെയാ? അപ് ടു 40,000 നിൽ അല്ലേ? അടുത്ത 20,000 10%. സോ എത്ര വരും? 20,000 ഇൻറ്റു 10% 2,000 rupees വരും. ഓക്കെ, ബാക്കി 1,000 കൂടെ ഉണ്ട്. ആ 1,000 എത്ര ശതമാനം? 1,000 ഇൻറ്റു 20% 200 വരും. സോ ടാക്സ് ലയബിലിറ്റി 2,200 വരും. അന്ന് സെസ്സും ബാക്കിയുള്ള കാര്യങ്ങളൊന്നുമില്ല. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? സെസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് റേറ്റ് തന്നേനെ. ഇതെങ്ങനെ ചെയ്തതെന്ന് മനസ്സിലായോ? ടോട്ടൽ 61,000 അപ് ടു 40,000 നിൽ വേണ്ട. അടുത്ത 20,000 എത്ര ശതമാനമാണ്? 10%. സോ ഇവിടെ 61,000 ഉണ്ട് അല്ലേ? സോ 40 to 60 20,000 അതിന്റെ 10% എന്ന് പറയുമ്പോൾ 2,000 വരും. അടുത്തതിന് 20%. അടുത്ത 60,000 വരെ അല്ലെങ്കിൽ നെക്സ്റ്റ് 60,000 20%. സോ ഒരു 1,000 കൂടെ പെൻഡിങ് ഉണ്ട്. ആ 1,000ന്റെ 20% എന്ന് പറയുമ്പോൾ 2,200 വരും. ഇതേപോലെ ഓക്കെ, ഡ്യൂ ബേസിനകത്ത് കണ്ടുപിടിച്ചു, റെസീപ്റ്റ് ബേസിനകത്ത് കണ്ടുപിടിക്കാം. 1,600 വരും. സിറ്റുവേഷൻ മനസ്സിലായി? സോ നോക്കിയേ, ഇവിടെ റിസീവ് ചെയ്തത് ഇത്രയാണ്, ഇവിടെ ഡ്യൂ ആയത് ഇത്രയാണ്, അതിന്റെ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിച്ചു. ഇവിടെ ഡ്യൂ ആയത് ഇത്രയാണ്, ഇവിടെ റിസീവ് ചെയ്തായത് ഇത്രയാണ്. ഇനി എന്ത് ചെയ്യണം? ഈ പറയുന്ന റെസീപ്റ്റ് ബേസിനകത്തുള്ള രണ്ടും തമ്മിലും ഡ്യൂ ബേസിനകത്തുള്ള രണ്ടും തമ്മിലും ആഡ് ചെയ്യണം. മനസ്സിലായി? അതായത് ഇവിടെ 14,596 പ്ലസ് 1,600 രണ്ടും കൂടെ ആഡ് ചെയ്യുക. ഇനി എന്ത് ചെയ്യുക? ഈ പറയുന്ന ഡ്യൂ ബേസിനകത്തുള്ള രണ്ടും കൂടെ ആഡ് ചെയ്യുക. എത്ര വരും? 14,456 2,200 ആഡ് ചെയ്യുമ്പോൾ 16,656 രൂപ വരും. ദാറ്റ് മീൻസ് ആദ്യം റെസീപ്റ്റ് ബേസിനകത്തുള്ള എടുക്കുക, ആ റെസീപ്റ്റ് ബേസിനകത്തുള്ള രണ്ടും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് ഡ്യൂ ബേസ് എടുക്കുക, ആ ഡ്യൂ ബേസിനകത്തുള്ള രണ്ടും കൂടെ അങ്ങ് ആഡ് ചെയ്യുക. എന്നിട്ട് ഈ റെസീപ്റ്റ് ബേസിൽ നിന്ന് ഡ്യൂ ബേസിനെ അങ്ങ് മൈനസ് ചെയ്യുക, ലെസ് ചെയ്യുക. അപ്പം നമുക്ക് എത്ര വരും? 440 രൂപ വരും. മനസ്സിലായോ? ആ 440 രൂപയാണ് സെക്ഷൻ 89 പ്രകാരം നമ്മുടെ റിലീഫ്. ആ 440 രൂപയാണ് സെക്ഷൻ 89 പ്രകാരം നമ്മുടെ റിലീഫ്. സോ ഈ വർഷം നമ്മൾ ആക്ച്വലി ടാക്സ് അടയ്ക്കേണ്ടത് എത്ര രൂപയാണ്? 15,496 രൂപയാണ് നമ്മൾ ആക്ച്വലി ടാക്സ് അടയ്ക്കേണ്ടത് അല്ലേ? ഡ്യൂ ഓർ റെസീപ്റ്റ് വിച്ച് എവർ ഈസ് ഏർലിയർ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ 5,000 കൂടെ കിട്ടിയതായിട്ട് കണക്കാക്കി. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന പോലെ 14,456 രൂപയ്ക്ക് നമുക്ക് ടാക്സ് അടയ്ക്കണമായിരുന്നു. അതിനകത്ത് നിന്ന് നമുക്ക് ഈ പറയുന്ന 440 രൂപ റിലീഫ് കിട്ടും. ബാലൻസ് 15,056 രൂപ ഈ അസസ്മെന്റ് ഇയറിനകത്ത് അടച്ചാൽ മതി. ചെയ്താൽ മനസ്സിലായോ? സോ 4 സെക്ഷൻസ്, 4 കാര്യങ്ങൾ പഠിക്കാണ്ട് നമ്മളിപ്പോൾ അതിനകത്ത് ഏത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ? ഒരെണ്ണം മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അരിയോസ് ഓഫ് സാലറിയോ അഡ്വാൻസ് ഓഫ് സാലറിയോ കിട്ടിയാൽ എന്ത് ചെയ്യണം? സോ കിട്ടുന്ന വർഷങ്ങളിൽ ഡ്യൂ ബേസിനകത്തും റെസീപ്റ്റ് ബേസിനകത്തും ടാക്സ് കണ്ടുപിടിക്കുക. കിട്ടേണ്ട വർഷത്തെയും ഡ്യൂ ബേസിനകത്തും റെസീപ്റ്റ് ബേസിനകത്തും ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുക. എന്നിട്ട് റെസീപ്റ്റ് ബേസിനകത്തുള്ള 2 എമൗണ്ടും നമ്മൾ ആഡ് ചെയ്യുക, ഡ്യൂ ബേസിനകത്തുള്ള 2 എമൗണ്ടും നമ്മൾ ആഡ് ചെയ്യുക. എന്നിട്ട് റെസീപ്റ്റ് ബേസിൽ നിന്ന് ഡ്യൂ ബേസിനകത്തുള്ള എമൗണ്ട് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ ആസ് പെർ സെക്ഷൻ 89 കിട്ടും. ഈ വർഷം ആക്ച്വലി നമ്മൾ ടാക്സ് എത്രയാണ് അടയ്ക്കേണ്ടത്, അതിൽ നിന്ന് നമുക്ക് എന്തങ്ങ് മൈനസ് ചെയ്യാം? ആ പറയുന്ന റിലീഫ് അങ്ങ് മൈനസ് ചെയ്യാം. ഒരു പ്രോബ്ലം ഉള്ളൂ, അതൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള 3 എണ്ണത്തിൻ്റെ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.